ഐസക് അനയുടെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം. HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകളാണ് ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണുകയും നോട്ട്സുകൾ കുറിക്കുകയും ചെയ്യുക. 10ാം ക്ലാസ്സിലെ പുതിയ സിലബസ് അനുസരിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ 2ാമത്തെ ചാപ്റ്ററായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ചാപ്റ്ററുകളിലെ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ നമുക്കൊന്ന് നോക്കാം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ജനങ്ങൾക്ക് പരമാധികാരമുള്ള ഒരു ലിഖിത ഭരണഘടന നിലവിൽ വരുന്നതെന്നുള്ള ടെന്നീസ് കോർട്ടിൽ വെച്ച് നടത്തിയ പ്രതിജ്ഞയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. എന്താണ് അതിലെ പ്രതിപാദ്യം? ജനങ്ങൾക്ക് പരമാധികാരമുള്ള ഒരു ലിഖിത ഭരണഘടന വേണമെന്ന് പ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ഫ്രാൻസിലെ ടെന്നീസ് കോർട്ടിൽ വെച്ചിട്ടാണ് ആ പ്രതിജ്ഞ നടന്നത്. അത് നടന്ന വർഷം 1789 ജൂൺ 20. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20. വർഷവും ഡേറ്റും ഓർത്തു വയ്ക്കണം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ജനങ്ങൾക്ക് പരമാധികാരമുള്ള ലിഖിത ഭരണഘടന 1789 ജൂൺ 20. ഫ്രാൻസിൽ നിലനിന്നിരുന്ന രാജവംശമായിരുന്നു ബൂർബൺ രാജവംശം. ഫ്രാൻസിൽ ഈ ഭരണഘടനയെല്ലാം നിലവിൽ വരുന്നതിന് മുൻപ് നിലനിന്നിരുന്ന രാജവംശമായിരുന്നു ബൂർബൺ രാജവംശം. രാജാധികാരം ദൈവദത്തമാണെന്ന് അവർ വിശ്വസിച്ചു. ഈ ബൂർബൺ രാജവംശത്തിൻ്റെ പ്രധാന വിശ്വാസമായിരുന്നു രാജാധികാരം ദൈവദത്തമാണെന്ന് അവർ വിശ്വസിച്ചു. അതിൽ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ലൂയി 14. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ഒരു രാജാവായിരുന്നു ലൂയി 14. ഫ്രഞ്ച് സമൂഹത്തിലെ 3 തട്ടുകളായിരുന്നു. ഒന്ന് പുരോഹിതന്മാർ, 2 പ്രഭുക്കന്മാർ, പിന്നെ സാധാരണക്കാർ. അതിൽ പുരോഹിതന്മാർ സമൂഹത്തിലെ പ്രബല വിഭാഗമായിരുന്നു. പുരോഹിതന്മാർ സമൂഹത്തിലെ ഒരു പ്രബല വിഭാഗമായിരുന്നു. അവർ കർഷകരിൽ നിന്ന് പിരിച്ചെടുത്ത നികുതിയുടെ പേരാണ് ടൈത്. അതോർത്തിരിക്കുക. പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ചെടുത്ത നികുതിയുടെ പേരാണ് ടൈത്. 2ാമത്തെ തട്ടിലുള്ളവരായിരുന്നു പ്രഭുക്കന്മാർ. ഭരണരംഗത്തെ ഉയർന്ന സ്ഥാനങ്ങൾ നേടിയിരുന്നത് അവർക്കായിരുന്നു. ഭരണരംഗത്തെ ഉയർന്ന സ്ഥാനങ്ങൾ പ്രഭുക്കന്മാർക്കായിരുന്നു. സർക്കാരിലേക്ക് അവർ അടയ്ക്കേണ്ട നികുതിയായിരുന്നു വോക്തിയം. പ്രഭുക്കന്മാർ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട നികുതിയുടെ പേരാണ് വോക്തിയം. ഇനി കർഷകരിൽ നിന്നും പുരോഹിതന്മാർ പിടിച്ചെടുത്തത് ടൈതാണെങ്കിൽ പ്രഭുക്കന്മാർ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട നികുതിയുടെ പേരാണ് വോക്തിയം. പ്രഭുക്കന്മാരുടെ ചൂഷണ രീതികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് കോവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷത്തിൽ 3-4 ദിവസം പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നത്. എന്താണ് കോവി? ഒരു വർഷത്തിൽ 3-4 ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരാഴ്ചകളിൽ പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനെയാണ് കോവി എന്ന് പറയുന്ന ചൂഷണ രീതി. അടുത്തതാണ് പിയേഷ്. പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കം. പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കം അല്ലെങ്കിൽ നികുതിയാണ് പിയേഷ് എന്ന് പറയുന്നത്. ബെനാലിറ്റി. വീഞ്ഞ് നിർമ്മാണത്തിൽ കുത്തക ലഭിക്കുന്നതിനുള്ള അധിക നികുതി. വീഞ്ഞ് നിർമ്മാണത്തിൽ കുത്തക പ്രഭുക്കന്മാർക്കായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന നികുതിയാണ് ബെനാലിറ്റി. പിന്നെ മാത്രവുമല്ല ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴും കിട്ടുന്ന നികുതിനെയും ബെനാലിറ്റി എന്ന് പറയും. അപ്പോൾ ബെനാലിറ്റി എന്ന് പറയുന്നത് വീഞ്ഞ് നിർമ്മാണത്തിൽ കുത്തക വഴി ലഭിക്കുന്ന നികുതിയും ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള നികുതിനെയുമാണ് ബെനാലിറ്റി എന്ന് പറയുന്നത്. ടെറാഷ്. വിളവെടുപ്പ് കാലത്തെ നികുതി. ടെറാഷ് എന്താണ്? വിളവെടുപ്പ് കാലത്തെ നികുതിനെയാണ് നമ്മൾ ടെറാഷ് എന്ന് പറയുന്നത്. അപ്പോൾ കോവി ഒരു വർഷത്തിൽ 3-4 ദിവസം പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നത്. പിയേഷ്. പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കം. ബെനാലിറ്റി. വീഞ്ഞ് നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട നികുതിയുമാണ് ബെനാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെറാഷ്. വിളവെടുപ്പ് കാലത്ത് ഇവർക്ക് കൊടുക്കേണ്ട നികുതിയാണ് ടെറാഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു നികുതിയായിരുന്നു ബെൻവിൻ. തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിന് മേലുള്ള കുത്തക നികുതി. ബെൻവിൻ തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിന് മേലുള്ള കുത്തക നികുതിയായിരുന്നു ബെൻവിൻ. അപ്പോൾ ഇത്തരത്തിലുള്ള 4 നികുതികളുണ്ട്. ഏതൊക്കെയായിരുന്നു? കോവി, പിയേഷ്, ബെനാലിറ്റി, ടെറാഷ്, ദെൻ ബെൻവിൻ. ഓക്കെ. അപ്പോൾ അടുത്തതായിരുന്നു സാധാരണക്കാർ. ചൂഷിത വർഗ്ഗമായിരുന്നു. ഈ പ്രഭുക്കന്മാരാലും പുരോഹിതന്മാരാലും ചൂഷണം ചെയ്യപ്പെട്ട വർഗ്ഗമായിരുന്നു സാധാരണക്കാർ. ഇതിൽ സാധാരണ ഉദ്യോഗസ്ഥരും കർഷകരും എല്ലാം ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ എന്താണ് ഗാബേൽ? എല്ലാ ഉൽപ്പന്നങ്ങളുടെ മേലും ചുമത്തപ്പെട്ടിരുന്ന നികുതിനെയായിരുന്നു ഗാബേൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
എല്ലാ ഉൽപ്പന്നങ്ങളുടെ മേലും ചുമത്തപ്പെട്ടിരുന്ന നികുതിയായിരുന്നു ഗാബേൽ. അപ്പോൾ ആ നികുതികളൊന്നും മറന്നു പോകരുത്. ടെറാഷ് വിളവെടുപ്പ് കാലത്തെ നികുതി, ബെൻവിൻ ഞങ്ങളുടെ പ്രദേശത്ത് വീഞ്ഞിനുള്ള കുത്തക നികുതി, പിന്നെ നമ്മൾ കോവിഡ് 3-4 ദിവസങ്ങളിൽ പ്രതിഫലം നൽകാതെ ചെയ്യിപ്പിച്ചിരുന്നത് പിയേഷ്, പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കം. ഓക്കെ, അപ്പോൾ ഗാബേൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെ മേലും ചുമത്തപ്പെട്ടിരുന്ന നികുതി. പിന്നീടത് ഉപ്പിന് മാത്രമായിട്ട് മാറി. ഉപ്പിന് മാത്രമായിട്ട് ഗാബേൽ എന്ന നികുതി മാറി. മധ്യവർഗം വിദ്യാസമ്പന്നരായിരുന്നു. ഇപ്പോൾ ഈ കൂട്ടത്തിൽ വിദ്യാസമ്പന്നരും ഉണ്ടായിരുന്നു. അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെയും പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനകൾ നിർവീര്യമാക്കുകയും ചെയ്ത മധ്യവർഗത്തിൻ്റെ പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സത്ത. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കം കുറിക്കാൻ കാരണം എന്താണ്? അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെയും പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനകൾ നിർവീര്യമാക്കുകയും ചെയ്ത ആ മധ്യവർഗത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത 2 മധ്യവർഗത്തിൽപ്പെട്ട പ്രമുഖരാണ് വിൽ ഡ്യൂറൻറ്റ് ആൻഡ് ഏരിയൽ ഡ്യൂറൻറ്റ്. അടുത്തതായി ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഫ്രാൻസിലെ പ്രധാനപ്പെട്ട ചിന്തകന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിലൊന്നാണ് വോൾട്ടയർ, രണ്ടാമത് റൂസോ. സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന കൃതിയാണ് റൂസോയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. ഇത് നമ്മൾ നോട്ട് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ കൃതിയെ സോഷ്യൽ കോൺട്രാക്റ്റ്. എമിലി വേറൊരു കൃതിയാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. നല്ല നിയമം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ്, നല്ല നിയമം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ്. അതും റൂസോയാണ് പറഞ്ഞത്. എന്താണ്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ്. മറ്റൊരു ചിന്തകനാണ് മൊണ്ടസ്ക്യൂവിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ദ സ്പിരിറ്റ് ഓഫ് ലോസ്, നിയമങ്ങളുടെ അന്തസത്ത. മൊണ്ടസ്ക്യൂവിൻ്റെ പ്രധാനപ്പെട്ട കൃതി ഏതാണ്? ദ സ്പിരിറ്റ് ഓഫ് ലോസ്, നിയമങ്ങളുടെ അന്തസത്ത. ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ അദ്ദേഹം 3ആയി വിഭജിച്ചു. അപ്പോൾ മൊണ്ടസ്ക്യൂ ആ പുസ്തകത്തിൽ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ 3ആയി വിഭജിച്ചു. നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം. എങ്ങനെയൊക്കെയാണ്? നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം. ഓക്കെ, അപ്പോൾ ഇതാണ് മൊണ്ടസ്ക്യൂവിൻ്റെ പ്രധാനപ്പെട്ടത്. സ്പിരിറ്റ് ഓഫ് ലോസ്, ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ 3ആയി വിഭജിച്ചു. നിയമനിർമ്മാണം, കാര്യനിർവഹണം അല്ലെങ്കിൽ ഭരണനിർവഹണം, നീതിന്യായം. ജോൺ ലോക്ക്, മറ്റൊരു ചിന്തകനാണ് ജോൺ ലോക്ക്. 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ്. ഓക്കെ, അടുത്തതാണ് ടർഗോ. അവിടുത്തെ സാമ്പത്തിക വിദഗ്ധനായിരുന്നു. ഫ്രാൻസിലെ ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു ടർഗോ. കൃഷി പ്രോത്സാഹിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളിലെ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തികപരമായ നയങ്ങളാണ് കൃഷിയെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു, ടർഗോ എന്ന സാമ്പത്തിക വിദഗ്ധൻ. പിന്നെ ഭക്ഷ്യവസ്തുക്കളിലുള്ള വ്യാപാര സ്വാതന്ത്ര്യവും അദ്ദേഹം അനുവദിച്ചു കൊടുത്തു. ഓക്കെ, ഇനി അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ചിന്തകന്മാർ. 1-ാം എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ ഏകദേശം 285 പേര്, 2-ാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ ഏകദേശം 308, സാധാരണക്കാർ 621 പേരുണ്ട്. അപ്പോൾ ഈ 3 വിഭാഗങ്ങളിലും ഏറ്റവും കൂടുതൽ പെട്ടിരുന്നത് 3rd എസ്റ്റേറ്റിലെ സാധാരണക്കാരായിരുന്നു. ഫ്രഞ്ച് നാഷണൽ അസംബ്ലി രൂപീകരിച്ച വർഷമാണ് 1789 ജൂൺ 17. ഫ്രഞ്ച് നാഷണൽ അസംബ്ലി, ഈ മധ്യവർഗത്തിൻ്റെ മേൽനോട്ടത്തിൽ സാധാരണക്കാരുടെ കീഴിൽ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി രൂപീകരിച്ച വർഷമായിരുന്നു 1789 ജൂൺ 17. ടെന്നീസ് കോട്ട പ്രതിജ്ഞയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ടെന്നീസ് കോട്ട പ്രതിജ്ഞ ജൂൺ 20-നായിരുന്നു. 1789 ജൂൺ 20-നായിരുന്നു. അപ്പോൾ അതിന് നേതാക്കന്മാരായിരുന്നു ആരൊക്കെയാണ്? റോങ് സിൽവിയൻ ബൈലി, അബേ സിയസ് മിറാബോ. അപ്പോൾ ആ പേരൊന്ന് നോട്ട് ചെയ്യുക. റോങ് സിൽവിയൻ ബൈലി, അബേ സിയാസ് മിറാബോ. സിൽവിയൻ ബൈലി, അബേ സിയാസ് മിറാബോ. ബാസ്റ്റിൽ കോട്ട പതനം. ധാന്യ സംഭരണശാലകളും റൊട്ടിക്കടകളും കയ്യേറി ബാസ്റ്റിൽ കോട്ട തകർത്തൊരു സംഭവമാണ്. അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു അനന്തരഫലങ്ങളാണ് ബാസ്റ്റിൽ കോട്ട പതനം. അപ്പോൾ അതിലെന്താണ്? ധാന്യ സംഭരണശാലകളും റൊട്ടിക്കടകളും കയ്യേറി ബാസ്റ്റിൽ കോട്ട തകർത്തു. അതെന്നായിരുന്നു? 1789
ജൂലൈ 14 ആയിരുന്നു. ദേശീയ സഭയുടെ ഈ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ദേശീയ സഭ വന്നതിന് ശേഷം അടിമത്തം നിർത്തലാക്കി, പ്രഭുക്കന്മാരുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്ത് കളഞ്ഞു, നികുതിയും കരവും റദ്ദാക്കി. അപ്പോൾ ദേശീയ സഭയുടെ പരിഷ്കാരങ്ങളിൽ പെട്ടതാണ്: 1. അടിമത്തം നിർത്തലാക്കി, പ്രഭുക്കന്മാരുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളഞ്ഞു, നികുതിയും കരവും റദ്ദാക്കി. ദേശീയ സഭയുടെ പരിഷ്കാരങ്ങൾ: അടിമത്തം നിർത്തലാക്കി, പ്രഭുക്കന്മാരുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളഞ്ഞു, നികുതിയും കരവും റദ്ദാക്കി. ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ഓഫ് ദ ഫീമെയിൽ സിറ്റിസൺ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ അവകാശം എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് ഒളിമ്പ് ദ ഗ്രൂപ്പ്. അപ്പോൾ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൺ ആൻഡ് ഓഫ് ദ ഫീമെയിൽ സിറ്റിസൺ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ അവകാശം എന്ന് വാദിച്ച ബുക്കാണ് ഒളിമ്പ് ദ ഗ്രൂപ്പ്. ഫ്രാൻസിലെ ഉന്നത കുല ജാതകർ ധരിച്ചിരുന്ന വേഷമാണ് ബ്രീച്ച്. ഫ്രാൻസിലെ ഉന്നത കുല ജാതകർ ധരിച്ചിരുന്ന ഒരു വേഷമായിരുന്നു എന്താണ്? ബ്രീച്ച്. ഒരു തരം എന്താണ് ആ വേഷത്തിൻ്റെ പ്രത്യേകത? ഹാഫ് ആയിരുന്നു. ഫ്രാൻസിലെ ഉന്നത കുല ജാതകർ ധരിച്ചിരുന്ന വേഷം ആയിരുന്നു ബ്രീച്ച്. കർഷകരുടെ വേഷം പാൻഡലോൺ ആയിരുന്നു. അവരെ സാൻസ്കലോട്ടുകൾ എന്നറിയപ്പെടുന്നു. കർഷകരുടെ വേഷം പാൻഡലോൺ ആയിരുന്നു. അവരെ സാൻസ്കലോട്ടുകൾ എന്ന് അറിയപ്പെട്ടിരുന്നു. അതും നോട്ട് ചെയ്യുക. അപ്പോൾ അടിമത്തത്തിൻ്റെ മോചനത്തിൻ്റെ പ്രതീകമായിരുന്ന തൊപ്പിയായിരുന്നു ചുവന്ന നിറമുള്ള ഫ്രീജിയൻ തൊപ്പി. അടിമത്തത്തിൽ നിന്ന് മോചനത്തിന് പ്രതീകമായ തൊപ്പിയുടെ കളർ എന്തായിരുന്നു? ചുവന്ന നിറമുള്ള ഫ്രീജിയൻ തൊപ്പി. ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രധാനപ്പെട്ട ആശയങ്ങളായിരുന്നു എന്തൊക്കെയായിരുന്നു? എല്ലാവർക്കും തുല്യ അവകാശം. ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തെല്ലാമായിരുന്നു? എല്ലാവർക്കും തുല്യ അവകാശം, സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം. എല്ലാവർക്കും തുല്യ അവകാശം, സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ. അപ്പോൾ സ്വാതന്ത്ര്യം ഉറപ്പാക്കുക, സ്വത്തിനെയും സുരക്ഷിതത്വം ഉറപ്പാക്കുക. ഇനി അവകാശങ്ങൾ രാഷ്ട്രങ്ങൾ ഉറപ്പുവരുത്തും. ഈ അവകാശങ്ങൾ ആരും ഉറപ്പുവരുത്തും? രാഷ്ട്രങ്ങൾ ഉറപ്പുവരുത്തും. രാഷ്ട്രത്തിന് പരമാധികാരം. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം. അപ്പോൾ പിന്നെ അസൈനാറ്റ്. ഫ്രഞ്ചിലെ പുതിയ പേപ്പർ കറൻസിയുടെ പേരായിരുന്നു അസൈനാറ്റ്. അതും നോട്ട് ചെയ്യുക. ഫ്രഞ്ചിലെ പുതിയ പേപ്പർ കറൻസിയുടെ പേരെന്തായിരുന്നു? അസൈനാറ്റ്. 1789 ഇത് ഇറക്കിയത്. ഫ്രഞ്ചിലെ പുതിയ പേപ്പർ കറൻസിയുടെ പേരായിരുന്നു അസൈനാറ്റ്. 1789. ദേശീയ കടം വീട്ടാനുള്ള ഒരു ബോണ്ടും പണവുമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ദേശീയ കടം വീട്ടാനുള്ള ബോണ്ടും പണവുമായി ഉപയോഗിക്കാൻ ഇതിനെ തീരുമാനിച്ചു. 1792 ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. 1792 ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ഭരണമായിരുന്നു ജാക്കോബിയൻ്റെ ഭരണത്തിൻ്റെ നേതാവായിരുന്നു റോബസ്പിയർ. മറ്റൊരു പ്രബല വിഭാഗമായിരുന്നു ജിറോണ്ടിസ്റ്റുകൾ. അപ്പോൾ ഫ്രാൻസിലെ റിപ്പബ്ലിക്കായതിനു ശേഷം വന്ന രണ്ട് പ്രബല വിഭാഗങ്ങളാണ് ജാക്കോബിയൻസും ജിറോണ്ടിസ്റ്റുകളും. അതിൽ ജാക്കോബിയൻ്റെ നേതാവായിരുന്നു റോബസ്പിയർ. ഈ ജാക്കോബിയന്മാർ ഭരിച്ചിരുന്ന റോബസ്പിയറിൻ്റെ കാലത്താണ് ഒരു സെപ്റ്റംബർ കൂട്ടക്കൊല, പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും ക്രൂരമായി കൊല ചെയ്തിരുന്ന ഒരു സെപ്റ്റംബർ കൂട്ടക്കൊല ആ കാലഘട്ടത്തിലാണ് നടന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു പരിഷ്കാരമായിരുന്നു ഗ്രിഗോറിയൻ കലണ്ടറിന് പകരം വിപ്ലവ കലണ്ടർ നിലവിൽ വന്നു. അപ്പോൾ ഗ്രിഗോറിയൻ കലണ്ടറിന് പകരം എന്ത് കലണ്ടർ നിലവിൽ വന്നു? വിപ്ലവ കലണ്ടർ നിലവിൽ വന്നു 1793. 10 ദിവസങ്ങൾ വീതമുള്ള 3 ദശകങ്ങളായിരുന്നു അതിൻ്റെ പ്രത്യേകതകൾ. 10 ദിവസങ്ങൾ വീതമുള്ള 3 ദശകങ്ങൾ. 2 വർഷം വരെ ഫ്രാൻസിലെ ഏകദേശം 1795 വരെ ഈ വിപ്ലവ കലണ്ടറായിരുന്നു. അടുത്തതായിരുന്നു ഗില്ലറ്റിൻ. ക്രൂരമായിട്ട് വധിക്കാനായിട്ട് ഫ്രാൻസിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നു ഗില്ലറ്റിൻ. അതിൻ്റെ ഉപജ്ഞാതാവായിരുന്നു ജോസഫ് ഇഗ്നാസ് ഗില്ലോട്ട്. അതിലാണ് ലൂയി 16-നെയും ഭാര്യയെയും വധിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രഭുക്കന്മാരെയും ഒരുപാട് പ്രഭുഭക്തികളെയും അതിൽ വധിച്ചിട്ടുണ്ട്. 1795 ഭരണഘടനാ സംവിധാനത്തിൻ്റെ പേരാണ് ഡയറക്ടറി. 1795 ഫ്രാൻസിൽ വന്ന ഭരണഘടനാ സംവിധാനത്തിൻ്റെ പേരെന്തായിരുന്നു? ഡയറക്ടറി. അപ്പോൾ ആ ഡയറക്ടറി സംഭാവനകളാണ് കൃത്യമായ അളവ് തൂക്ക സമ്പ്രദായം രൂപീകരിച്ചു.
ഒരു ദേശീയതയ്ക്ക് രൂപം കൊണ്ടു. എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ദേശീയതയ്ക്ക് രൂപം കൊണ്ടു. ജനാധിപത്യ ഭരണത്തെ പ്രോത്സാഹിപ്പിച്ചു. ഭരണത്തെ പ്രോത്സാഹിപ്പിച്ചതെല്ലാം ഫ്രാൻസിലെ ഒരു പുതിയ ഭരണ സംവിധാനമായ ഡയറക്ടറിയുടെ പ്രത്യേകതകളാണ്. ഫ്രാൻസിൻ്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് വാള് കൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ വെച്ചു എന്ന് പറഞ്ഞത് ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഫ്രാൻസിൻ്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് വാള് കൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ വെച്ചു എന്ന് പറഞ്ഞത് ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ പേരാണ് കോൺസാൽമാർ. അദ്ദേഹം പുതിയ നിയമസംഹിത രൂപീകരിച്ചു. മതസ്വാതന്ത്ര്യം രൂപീകരിച്ചു. ലിസൈ എന്ന പേരിൽ സർക്കാർ വിദ്യാലയം. അദ്ദേഹം ഒരു സർക്കാർ വിദ്യാലയം, ആ വിദ്യാലയത്തിൻ്റെ പേരാണ് ലിസൈ. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് രൂപീകരിച്ചു. ബാങ്ക് ഓഫ് ഫ്രാൻസ് ഏകീകൃത കറൻസി സംവിധാനം. അപ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഭരണത്തിൻ്റെ പ്രത്യേകതകളാണ്: അദ്ദേഹം ഒരു പുതിയ നിയമസംഹിത രൂപീകരിച്ചു, മതസ്വാതന്ത്ര്യം അനുവദിച്ചു, ലിസൈ എന്ന പേരിൽ സർക്കാർ വിദ്യാലയം ആരംഭിച്ചു, യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ്, ബാങ്ക് ഓഫ് ഫ്രാൻസ്, പിന്നെ ഏകീകൃത കറൻസി സംവിധാനം എന്നിവയ്ക്കൊക്കെ തുടക്കം കുറിച്ചു. കോണ്ടിനെൻ്റൽ സിസ്റ്റം ബ്രിട്ടനുമായിട്ടുള്ള ഒരു വ്യാപാര വിലക്ക് ആയിട്ടാണ് കോണ്ടിനെൻ്റൽ സിസ്റ്റം. ബ്രിട്ടനുമായി ശത്രുതയിലായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്റമായിരുന്നു. ബ്രിട്ടനുമായിട്ടുള്ള വ്യാപാര വിലക്കിന് പറയുന്ന പേരാണ് കോണ്ടിനെൻ്റൽ സിസ്റ്റം. എന്നാൽ 1815 ബ്രിട്ടനുമായിട്ടുള്ള വാട്ടർലൂ യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. നെപ്പോളിയൻ ബോണപ്പാർട്ട് പരാജയപ്പെട്ട യുദ്ധമാണ് 1815 വാട്ടർലൂ യുദ്ധം. 1815 വാട്ടർലൂ യുദ്ധം. ബ്രിട്ടൻ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പരാജയപ്പെടുത്തി. വിയറ്റ്നാമിലെ സമ്മേളനത്തിന് അതിനുശേഷം പല ചെറുരാഷ്ട്ര സമ്മേളനം നടത്തി. അതിൽ വിയറ്റ്നാമിലെ സമ്മേളന നേതാവാണ് മെറ്റേണിച്ച്. വിയറ്റ്നാമിലെ സമ്മേളനം വിയറ്റ്നാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ ചേരുമ്പോഴിലോ ചോദിക്കാവുന്നതാണ്. ഓരോ പ്രദേശത്തെ നേതാക്കന്മാർ. വിയറ്റ്നാം സമ്മേളനത്തിൻ്റെ നേതാവാണ് മെറ്റേണിച്ച്. അത് നയങ്ങൾ രാജഭരണങ്ങളുടെ പുനഃസ്ഥാപനം എന്നൊക്കെയായിരുന്നു. പിന്നെ ബൂർബൺ ഭരണം പുനഃസ്ഥാപിക്കുന്നത് മെറ്റേണിച്ചാണ്. ബൂർബൺ ഭരണം പുനഃസ്ഥാപിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ബ്രിട്ടൻ, റഷ്യ, ഓസ്ട്രിയ എന്നിവയുടെ മേധാവിത്വ അംഗീകാരം, ബ്രിട്ടൻ്റെയും റഷ്യയുടെയും മറ്റും മേധാവിത്വ അംഗീകാരം വേണമെന്ന് അദ്ദേഹം വാദിച്ചു. ആരാണ്? വിയറ്റ്നാമിലെ മെറ്റേണിച്ച്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് സ്വാതന്ത്ര്യദിന പ്രതീക മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. ഈ മരത്തിൻ്റെ പ്രതീകം പിന്നീട് ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു നട്ടുപിടിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിൻ്റെ മരം എന്ന ഒരു ആശയം കിട്ടിയത് ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിലെ യാക്കോബിൻ ക്ലബിൻ്റെ അംഗവും കൂടിയായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ ടിപ്പു സുൽത്താൻ. അദ്ദേഹം ബ്രിട്ടനെതിരെ പോരാടിയത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾക്ക് ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാമാണ് പ്രധാനമായിട്ടും, അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന കാരണങ്ങളും തുടർന്നുള്ള സംഭവങ്ങളുമാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ നോട്ടുകൾ കുറിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ദിവസവും വായിക്കുകയാണെങ്കിൽ HSC പരീക്ഷയിൽ അത് ഓർത്തെടുക്കുവാനും വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്കത് ജയിക്കാനും സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.